ഹായ് ഫ്രണ്ട്സ്, മഴതോരും മുൻപയുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സ്റ്റാൻലി അലീനേനെയും വല്യപ്പച്ചനെയും കൂട്ടി എസ്റ്റേറ്റിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ അലീനയോട് സ്റ്റാൻലി മുൻ സീറ്റിൽ വന്നിരിക്കാൻ പറയും സ്റ്റാൻലിയോടൊപ്പം. അപ്പോൾ അലീന പറയും, വേണ്ട വല്യപ്പച്ചൻ ഇരിക്കട്ടെ, വല്യപ്പച്ചൻ ഇരുന്നോ എന്ന് പറയും, ഞാൻ പിറകെ ഇരുന്നോളാം എന്ന് പറയും. അപ്പോൾ സ്റ്റാൻലി പറയും, നീ ഇരിക്കുക, നീ കാഴ്ചകളൊന്നും കണ്ടിട്ടില്ലല്ലോ എന്ന് പറയും. അപ്പോൾ വല്യപ്പച്ചൻ പറയും, മോളെ നീയാ മുന്നിലിരിക്കേണ്ടവള്, ഞാനൊക്കെ എത്ര മുന്നിലിരുന്നതാ, ഞാനൊക്കെ എത്ര കാഴ്ച കണ്ടതാ എന്ന് പറയുമ്പോൾ അലീന വീണ്ടും വല്യപ്പച്ചനെ നിർബന്ധിക്കുകയാണ്, വല്യപ്പച്ചൻ ഇരുന്നോ എന്ന്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ സ്റ്റാൻലിക്ക് ദേഷ്യം വരും കേട്ടോ. സ്റ്റാൻലി ഒച്ചെടുക്കാൻ തോന്നും. അലീന, നിനക്കെന്താ ഞാൻ പറഞ്ഞത് മനസ്സിലാവാത്തേ, വന്ന് മുന്നിലിരിക്കുക എന്നൊക്കെ പറയും. അപ്പോൾ വേണ്ടുന്ന അലീന ഒരു പേടിയോട് കൂടി തന്നെ ഫ്രണ്ട് സീറ്റിൽ വന്നിരിക്കുക. അങ്ങനെ അവർ യാത്ര തിരിക്കുകയാണ്. അങ്ങനെ ഒത്തിരി ദൂരം റബ്ബർ കാടുകളുടെയൊക്കെ തോട്ടത്തിൻ്റെയൊക്കെ ഉള്ളിൽ കൂടി ഇവരിങ്ങനെ ജീപ്പിൽ പോവാട്ടോ. അപ്പോൾ ഒരിടത്ത് ഒരു നല്ലൊരു മനോഹരമായ പ്ലേസ് എത്തുമ്പോൾ സ്റ്റാൻലി അവിടെ വണ്ടി നിർത്തും. എന്നിട്ട് ഇറങ്ങുന്നു. അപ്പോൾ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ അലീന ഇങ്ങനെ പുറത്ത് ഭംഗിയൊക്കെ ഇങ്ങനെ കാണുക. അപ്പോൾ സ്റ്റാൻലി പറയും, ഇവിടെ ആകെ കാട് പിടിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു, ഇവിടെ ഞാൻ കാശ് കൊടുത്ത് വാങ്ങി ഈ റബ്ബർ തൈകളൊക്കെ നട്ടുപിടിപ്പിച്ചത് ഞാനാ എന്നിങ്ങനെ പറയും. അപ്പോൾ അലീന പറയും, തന്നെത്താനല്ലല്ലോ, ജോലിക്കാരൻ കൊണ്ടല്ലേ എന്നിങ്ങനെ ചോദിക്കും. അപ്പോൾ അത് സ്റ്റാൻലിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. സ്റ്റാൻലിനെ ഒരുമാതിരി കളിയാക്കുന്ന പോലെ. അപ്പോൾ വല്യപ്പച്ചന് ചിരിക്കാൻ തുടങ്ങും. അപ്പോൾ എന്നിട്ട് അലീന ഇത് കണ്ടിട്ട് അങ്ങോട്ടേക്ക് നീങ്ങി കാഴ്ചകൾ കാണാൻ പോവാം. അപ്പോൾ സ്റ്റാൻലി പറയും, ഇവൾക്കെന്താ നമ്മളൊന്നും പറയുന്നത് മനസ്സിലാവാത്തേ, ബുദ്ധി കുറച്ച് കുറവാണെന്ന് തോന്നുന്നു എന്ന് പറയും. അപ്പോൾ വല്യപ്പച്ചൻ പറയും, കുറവല്ല കൂടുതലാണ് എന്ന് പറയും. അപ്പോൾ സ്റ്റാൻലി പറയും, അല്ല ഇവൾക്ക് നമ്മൾ പറയുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല. പറയും, എൻ്റെ ലാലിച്ച അതൊക്കെ പയ്യെ മാറിക്കോളും എന്നൊക്കെ പറയും. അങ്ങനെ അലീന വന്നിട്ട് പറയും, ഇവിടെ എത്ര തൊഴിലാളികളുണ്ട്, ഈ തൊഴിലാളികൾക്കൊക്കെ എത്ര വരുമാനം ഉണ്ടാവും ഇവിടെ നിന്ന് എന്ന് ചോദിക്കും. അപ്പോൾ സ്റ്റാൻലി പറയും, 1,00,000 മുകളിൽ വരുമാനം ഉണ്ടാവും എന്ന് പറയും. അപ്പോൾ അലീന പറയും, അപ്പോൾ 30 ദിവസം കൊണ്ട് 30 ലക്ഷം, എന്നിട്ട് ഈ പണമൊക്കെ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കും. അപ്പോൾ സ്റ്റാൻലി പറയും, ആ പണം ഇവിടെ തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാനും കാട് വൃത്തിയാക്കാനും അങ്ങനെ മെയിൻ്റനൻസിനും ഒക്കെ ആയിട്ട് കൊടുക്കുവാന്ന് പറയും. അപ്പോൾ അലീന പറയും, അല്ലാതെ പുറത്താരെ സഹായിക്കാനൊന്നും കൊടുക്കുന്നില്ല എന്ന് ചോദിക്കും, സംഭാവനയൊന്നും കൊടുക്കുന്നില്ല എന്ന് ചോദിക്കും. അപ്പോൾ സ്റ്റാൻലി പറയും, ഉണ്ടല്ലോ, കുറേ രാഷ്ട്രീയ പാർട്ടികളും മറ്റ് സംഘടനകളൊക്കെ വരും, ഇഷ്ടമല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊടുക്കും, അത് അങ്ങനത്തെ ചെറിയ ചെറിയ സഹായങ്ങൾക്കൊക്കെ കൊടുക്കുന്നത് നമ്മുടെ ആൻ്റപ്പനെ ഏൽപ്പിച്ചേക്കുക എന്ന് പറയും. അപ്പോൾ അനിയന് പറയും, അല്ലാതെ ഈ അനാഥാലയങ്ങൾക്കോ മറ്റ് പാവങ്ങൾക്കോ പാവപ്പെട്ട കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനോ അങ്ങനെ വല്ലതും കൊടുക്കലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സ്റ്റാൻലി പറയും, എനിക്കതൊന്നും ഇഷ്ടമില്ല എന്ന് പറയും. അപ്പോൾ അലീന പറയും, അങ്ങനെ നമ്മൾ കൊടുക്കുമ്പോൾ അതൊരു പുണ്യപ്രവൃത്തിയല്ലേ എന്നൊക്കെ പറയും. അപ്പോൾ സ്റ്റാൻലി പറയും, എനിക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളോട് ഒന്നും താല്പര്യമൊന്നുമില്ല, അതൊക്കെ ഞാൻ ചെയ്യുന്ന എന്തിനാ എന്നുള്ള രീതി ചോദിക്കും. അപ്പോൾ അലീനക്ക് അത് ഇഷ്ടപ്പെടില്ല. അപ്പോൾ അലീന പറയും, ഈ പറയുന്ന സ്റ്റാൻലി ജോസഫിൻ്റെ മകള് അത്തരത്തിലൊരു അനാഥാലയത്തിലാണ് വളർന്നത് എന്ന് ഓർക്കണം എന്ന് പറയും. അപ്പോൾ സ്റ്റാൻലിക്ക് ആകെ വിഷമോ ദേഷ്യമോ എന്തൊക്കെയോ വരും. വേഗം തന്നെ സ്റ്റാൻലി വേഗം തന്നെ ധൃതി പിടിച്ച് പോയി ജീപ്പിലിരിക്കുക കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ വല്യപ്പച്ചൻ പറയും, നീ അവനെ ദേഷ്യം പിടിപ്പിച്ച് അടങ്ങുള്ളൂല്ലേ മോളെ, വാ, നീ ഇനി ഒന്നും പറയാൻ നിൽക്കണ്ട, അവനെ അധികം പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യം വരും എന്ന് പറയും. അങ്ങനെ ഇവർ രണ്ടുപേരും വീണ്ടും പോയി ജീപ്പിലിരിക്കുന്നു. ഇങ്ങനെ സ്റ്റാൻലി വീണ്ടും വണ്ടി എടുക്കുന്നു. പിന്നെ കാണിക്കുന്നത് ഇങ്ങനെ ഇവർ സംസാരിച്ച് ഒക്കെ പോകുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് സ്റ്റാൻലി ഒരിടത്ത് വണ്ടി നിർത്തിയിട്ട് പറയും, ഇതാണ് എൻ്റെ ഫാക്ടറി, ഇതിന് തൊട്ടടുത്താണ് എൻ്റെ ഓഫീസ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പരിചയപ്പെടുത്തും. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞ് വണ്ടി നിർത്തിയപ്പോഴത്തേക്കും അവിടുത്തെ ഒരു ജോലിക്കാരൻ വന്നു, അത് മാനേജറോ മറ്റോ ആണെന്ന് തോന്നുന്നു. അയാൾ ഓടി വരുന്നു. അയാൾ ഓടി വന്നിട്ട് ചോദിക്കും, സാറിന് ഇങ്ങോട്ടേക്ക് എന്ന് പറയും, പറഞ്ഞില്ലല്ലോ എന്ന് പറയും. അപ്പോൾ സ്റ്റാൻലിക്ക് വേറെ ഭാവവ്യത്യാസമൊന്നുമില്ല, എന്നുള്ള മട്ടിൽ നിൽക്കുക. അപ്പോൾ അലീനയെ കാണുമ്പോൾ അയാൾ ചോദിക്കും, ഇത്, അപ്പോൾ സ്റ്റാൻലി പറയും, എൻ്റെ മകളാണ് എന്ന് പറയും. അപ്പോൾ അലീനക്ക് അത് സന്തോഷമായിട്ടോ അങ്ങനെ പരിചയപ്പെടുത്തണം കാണുമ്പോൾ. അപ്പോൾ സ്റ്റാൻലി പറയും, നിങ്ങൾ ഇവിടെ ഇരിക്കുക, ഞാൻ ഒന്ന് ഓഫീസിൽ പോയിട്ട് വരാം എന്ന് പറയും. അപ്പോൾ അലീന പറയും, എന്താ ഞാൻ വരണ്ടേ എന്ന് ചോദിക്കും. അപ്പോൾ സ്റ്റാൻലി പറയും, എന്തിനാ, ഞാൻ പോയിക്കോളാം എന്ന് പറയും. അപ്പോൾ വല്യപ്പച്ചൻ പറയും, അവൾ കൂടി വരട്ടേടാ, അവളും കൂടി കണ്ടിരിക്കേണ്ടതല്ലേ എന്ന് ചോദിക്കും. അല്ല, ഇവിടെ വെറുതെ എന്തിനാ അവിടെ കൊണ്ടുപോയി നിർത്തുന്നതെന്ന് ഓർത്താ എന്ന് പറയും. അപ്പോൾ അലീന പറയും, എന്നെ കൊണ്ടുപോകാൻ താല്പര്യം ഇല്ലെങ്കിലൊന്നും വേണ്ട, ഞാൻ വരുന്നില്ല എന്ന് പറയും. അപ്പോൾ സ്റ്റാൻലി പറയും, എനിക്കെന്താ കുഴപ്പം, വാ പോരെ എന്ന് പറഞ്ഞ് ഇവർ സ്റ്റാൻലി ആദ്യം അകത്തേക്ക് പോയി. അതിന് പിന്നാലെ വല്യപ്പച്ചനും കൊച്ചുമോളും കൂടി പോവാം. അപ്പോൾ അവിടുത്തെ സ്റ്റാഫുകളൊക്കെ വന്ന് ഇങ്ങനെ അലീനയെ പരിചയപ്പെടുന്നൊക്കെ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക എന്ന് ചോദിക്കും. അപ്പോൾ അലീന പറയും, പഠിത്തമൊക്കെ കഴിഞ്ഞു, ഇനി ജോലി എന്തെങ്കിലും നോക്കണം എന്ന് ഓർത്തിരിക്കുകയെന്ന് പറയും. അപ്പോൾ അവിടുത്തെ സ്റ്റാഫുകൾ ചോദിക്കും, ജോലി എന്തിനാല്ലേ, ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്ന് പറയും. അപ്പോൾ വല്യപ്പച്ചൻ പറയും,
ഇവളും കൂടി ഈ ഫാക്ടറിയുടെ കാര്യങ്ങളൊക്കെ നോക്കാം എന്നുദ്ദേശിച്ചാ എന്നൊക്കെ പറയും. ഇവൾ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയും. അങ്ങനെ ജോലിക്കാരൊക്കെ തിരിച്ച് അവരുടെ ജോലി സ്ഥലത്തേക്ക് തന്നെ ഇരിക്കാൻ തന്നെ പോയി. സ്റ്റാൻലി അപ്പോൾ അകത്ത് എന്തൊക്കെയോ ഫയലുകൾ നോക്കുകയും അതിന് ചീത്ത പറയുകയും ഒച്ചപ്പാടുണ്ടാക്കിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിന് ശേഷം പിന്നെ ഇവർ ഓഫീസിൽ നിന്ന് പോരുക. അപ്പോൾ കുറച്ച് ദൂരം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു മനോഹരമായൊരു സ്ഥലമെത്തും. ഒരു തോടും അതിനിടയിൽ കൂടെ കനാലും ഒക്കെ ആയിട്ടുള്ളൊരു വെള്ളമൊക്കെ പോകുന്ന നല്ല ഭംഗിയുള്ളൊരു പ്ലേസ്. അവിടെ ചെല്ലുമ്പോൾ സ്റ്റാൻലി വണ്ടി നിർത്തി. അപ്പോൾ ഈ സ്ഥലങ്ങൾ ഞാൻ വാങ്ങിച്ചതാ എന്ന് പറയും. അപ്പോൾ അനിയനെ പറയും അതെയോ, നല്ല ഭംഗിയുണ്ട് അവിടെയൊക്കെ കാണാൻ എന്ന് പറയും. അപ്പോൾ സ്റ്റാൻലി ഇങ്ങനെ പറയും ഇവിടെ ഞാനിവിടെ ഒരു ഡാം, ഈ തോടൊഴുകി ചെല്ലുന്നിടത്ത് ഒരു മലയാണുള്ളത്. ആ മലയുടെ അവിടെയായിട്ട് ഒരു ഡാം, ചെറിയൊരു ഡാം ഉണ്ടാക്കുക എന്നാണ് ഞാൻ ഓർക്കുന്നത്. കാരണം ഫാക്ടറിയിലേക്ക് വെള്ളത്തിന് അപ്പോൾ അത് ഉപയോഗിക്കാമെന്ന് പറയും. അപ്പോൾ അനിയനെ പറയും അപ്പോൾ ഇപ്പോൾ ഇവിടെ നിന്നാ ഈ വെള്ളമൊക്കെ കിട്ടുന്നതെന്ന് വയ്ക്കും. അപ്പോഴും അത് അതിൻ്റെ ഫാക്ടറിയുടെ അടുത്തായിട്ടൊരു കുളമുണ്ട്, അവിടെ നിന്നാണ്. പക്ഷേ ഇപ്പോൾ വെള്ളത്തിന് ഷോർട്ടേജ് ഉണ്ട് എന്ന് പറയും. അപ്പോൾ അനീന പറയും ഇത് പൊതു സ്വത്തല്ലേ, പൊതുവായിട്ടുള്ളൊരു സംഭവമല്ലേ, അപ്പോൾ ഇതിന് ഗവൺമെൻറ്റിൽ നിന്നൊക്കെ ഇത് കിട്ടുമോ, ചെയ്യാനുള്ള പെർമിഷൻ കിട്ടുമോ എന്ന് ചോദിക്കും. അപ്പോൾ സ്റ്റാൻലി ഇങ്ങനെ ചിരിക്കും. അപ്പോൾ വല്യപ്പച്ചൻ പറയും എൻ്റെ പൊന്നു മോളെ അതിനുള്ള ഇതൊക്കെ സാങ്ഷനൊക്കെ വാങ്ങിച്ചു വെച്ചേക്കുമോ ലാലിച്ചൻ എന്ന് പറയും. അപ്പോൾ അനീന പറയും അപ്പോൾ ഇതുമൂലം സാധാരണക്കാർക്ക് വെള്ളം കിട്ടാത്തൊരവസ്ഥ വരില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ സ്റ്റാൻലി പറയും അതൊന്നും പേടിക്കാനില്ല, പിന്നെ ഞാനപ്പോൾ ഇതിന് പകരമായിട്ട് ഒരു ശുദ്ധജല പദ്ധതിയും തുടങ്ങുന്നുണ്ട് എന്ന് പറയും. അപ്പോൾ അനീന പറയും അപ്പോൾ വേനൽക്കാലത്തൊക്കെ അവർക്ക് വെള്ളം കിട്ടാതാവില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ സ്റ്റാൻലി പറയും എന്തെങ്കിലുമൊക്കെ ഒരാൾക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാവും, മറ്റൊരാൾക്ക് എന്തെങ്കിലുമൊക്കെ നഷ്ടം ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ് എന്ന് പറയും. അപ്പോൾ അലീനയ്ക്ക് ഇനി അതൊരു വിഷമമായിട്ടോ, കാരണം പാവപ്പെട്ട ജനങ്ങൾക്കൊരു കഷ്ടപ്പാടാണല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ സ്റ്റാൻലി പറയുവാണ്. അപ്പോൾ സ്റ്റാൻലിനോട് അലീന പറയും ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ സ്റ്റാൻലിക്ക് ഒരുപാട് ദേഷ്യമായപ്പോഴും ഇതെങ്ങനെ സാധിച്ചു, അപ്പോൾ ഇത് സാധാരണഗതിയിൽ ഗവൺമെൻറ്റും മറ്റ് സ്ഥാപനങ്ങളൊന്നും സമ്മതിക്കില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ സ്റ്റാൻലി പറയും പണമാണ് എല്ലാം. ആദ്യമൊക്കെ അവർ വിസമ്മതിച്ചു, പിന്നെ റവന്യൂവിനും മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കും പിന്നെ ഗവൺമെൻറ്റിലെ പല ഉദ്യോഗസ്ഥർക്കും ഒക്കെ നല്ലോണം പൈസ കൊടുത്തു. അപ്പോൾ അവരൊക്കെ സപ്പോർട്ട് ചെയ്തു എന്ന് പറയും. അപ്പോൾ അലീന പറയും പാവങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള ഈ ഇത്തരം കൈക്കൂലി കൊടുത്ത് നമ്മളിപ്പോൾ കാര്യം സാധിക്കുന്നത് തെറ്റല്ലേ എന്നുള്ള മട്ടിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അത് സ്റ്റാൻലിക്ക് ഇഷ്ടപ്പെട്ടില്ല. വേഗം തന്നെ സ്റ്റാൻലി ദേഷ്യം പിടിച്ച് വേഗം ജീപ്പിൻ്റെ അടുത്തേക്ക് പോയി അതിൽ കയറിയിരിക്കുക. അപ്പോൾ വല്യപ്പച്ചൻ പറയും നീയേ അവനെ കുറച്ച് കാണല്ലേ കേട്ടോ, അവനിക്ക് അത് ഇഷ്ടമല്ല എന്ന് പറയും, അവൻ്റെ സ്വഭാവം അങ്ങനെയാണ്. അപ്പോൾ അലീന പറയും ഞാൻ കുറച്ചൊന്നും കണ്ടില്ലല്ലോ വല്യപ്പച്ച, ഞാൻ കാര്യമല്ലേ പറഞ്ഞോളൂ എന്ന് പറയും. അങ്ങനെ ഇവർ വേഗം തന്നെ പോയി പേടിച്ച് രണ്ടുപേരും കയറി ജീപ്പിലിരിക്കുക. അപ്പോൾ ജീപ്പ് ഇങ്ങനെ സ്പീഡിലാട്ടോ ഓടിക്കുന്നത്, ദേഷ്യം വന്നിട്ട് സ്റ്റാൻലിക്ക്. അപ്പോൾ അലീനയ്ക്ക് മനസ്സിലായി പറഞ്ഞത് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന്. വേഗം തന്നെ അലീന എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അലീനയുടെ കൈ സ്റ്റാൻലിയുടെ കയ്യിൽ ഇങ്ങനെ പിടിക്കുവാണ്. അപ്പോൾ സ്റ്റാൻലി പെട്ടെന്ന് ഇങ്ങനെ നോക്കുക കേട്ടോ, ആദ്യമായിട്ടാണല്ലോ അലീന ഇങ്ങനൊരു സ്നേഹത്തോടുകൂടി പെരുമാറുന്നത്. അങ്ങനെ സ്റ്റാൻലി വണ്ടി നിർത്തി അലീനേനെ നോക്കി നിൽക്കുക ഇങ്ങനെ, എന്നിട്ട് പറയും ഇല്ല ഞാൻ ഡാം പണിയുന്നില്ല, ആ തീരുമാനം ഞാൻ മാറ്റി എന്ന് പറയുമ്പോൾ വല്യപ്പച്ചനും പിന്നെ അതിശയിച്ച് നിൽക്കുക. കാരണം സ്റ്റാൻലി ഇതുവരെ ഒരു കാര്യം പോലും പറഞ്ഞിട്ട് നടപ്പിലാക്കാതിരുന്നിട്ടില്ല, പക്ഷെ അലീനയുടെ വാക്കിന് വില കൽപ്പിക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഈ അച്ഛനും മകളും മുഖത്തോട് മുഖം നോക്കി നിൽക്കുവാണ്. അപ്പോൾ ഇതൊക്കെ കണ്ട് വല്യപ്പച്ചനും വളരെ സന്തോഷത്തിൽ നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ബൈ.